ഞാൻ ഈ നന്ദകുമാറും നമ്മുടെ ഇ പി ജയരാജനുമായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും പരിശോധിക്കേണ്ട കാര്യം. എനിക്ക് തന്നെ പരിശോധിക്കേണ്ട കാര്യം. അവർ ബിസിനസ് ഉണ്ട് നമുക്കെന്നെ. അങ്ങനെ ഇ പി ജയരാജനായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അത് വളരെ മോശമായിപ്പോയി. നന്ദകുമാർ അത് ചെയ്യാൻ പാടില്ല. അത് എ കെ ആൻ്റണിയല്ലേ കുറ്റക്കാരനായി മാറിയത്. അവിടെ പ്രശ്നം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബി ജെ പിയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആൻ്റണി 2013 കോൺഗ്രസ്സുകാരായപ്പോൾ കൈക്കൂലി പഠിച്ച് ഞങ്ങൾക്കറിയത്തില്ല. അത് കോൺഗ്രസ്സുകാരെല്ലാം കൈക്കൂലിക്കാരാണല്ലോ. കോൺഗ്രസ് അങ്ങനെയല്ലേ ഈ ലോകത്ത് തീർന്നത്, ഇന്ത്യയിൽ ഇല്ലാതായി. ഞങ്ങളുടെ മുമ്പിലുള്ള അനിൽ ആൻ്റണി ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായിട്ടില്ല അങ്ങോട്ട് വന്നിട്ട്. ആ ബി ജെ പി ചേർന്നതിന് ശേഷം ആരോടെങ്കിലും പൈസയെങ്കിലും കൈക്കൂലി ചോദിക്കുകയോ മേടിക്കുകയോ ചെയ്തതായി ഏതെങ്കിലും ഒരു ആരോപണം ഉയർത്താൻ ആ നിമിഷം സ്ഥാനാർത്ഥി വിഡ്രോ ചെയ്തേക്കാം. ഞങ്ങൾക്ക് അത്ര തൻ്റെ ഇടമുണ്ട്. ഈ ഇപ്പോഴത്തെ ആരോപണങ്ങൾ അനിൽ ആൻ്റണിയുടെ ഒരു പ്രതിച്ഛായയെ ബാധിക്കുമോ? തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഉമ്മയുടെ ആ പ്രസ്താവനയുടെ പേഴ്സണലായിട്ട് അനിൽ രക്ഷപ്പെട്ടു. പിന്നെ എല്ലാവർക്കും അറിയാം നീ 25 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ച് തിരിച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ തിരിച്ചു കൊടുത്ത് പി ജെക്കുറിനോട് ഞാൻ സംസാരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഞാൻ ചോദിച്ചു ഈ വക്കീലിൻ്റെ കാശ് കൊടുത്തതുമായിട്ട് വല്ല ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിട്ടിരുന്നു. പക്ഷേ നന്ദകുമാർ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഫോണിൽ വിളിച്ച് സാമ്പത്തിക കാര്യമുണ്ട് ഈ എന്നെ ഈ അനിലുമായിട്ട് അതൊന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറയും ചെയ്തു. ഞാൻ അനിലെ വിളിച്ച് പറയും ചെയ്തു പറഞ്ഞു അതെന്താണെന്ന് അന്വേഷിക്കണമെന്ന്. പക്ഷേ ഏതാണെന്ന് എനിക്കറിയില്ലെന്നു. ഞാൻ ഇന്ന് സംസാരിച്ചു രാവിലെ. നന്ദകുമാറായിട്ട് സംസാരിച്ചിരുന്നു? ഇല്ല, നന്ദകുമാർ എന്നാ സംസാരിക്കുക വെച്ചാൽ ഈ അവനെ എനിക്ക് നല്ലവണ്ണം അറിയാം. അത് ഞാൻ വേണ്ടി അവൻ അത് നാളെ വാർത്തയാക്കിയപ്പോൾ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ വേണ്ടിയത് ഞാനിവിടെ വേറെ വിടക്കൊന്നും ഇല്ലെന്ന്. ഞാൻ ഒരു വിവാദ നായകനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആൾ. അതായത് എന്നോടൊരു പിണക്കം എന്താ വെച്ചാൽ പിണക്കമുണ്ട്. ആ വി എസുമായിട്ട് ബന്ധപ്പെട്ട വി എസിൻ്റെ അവിടെ നിന്ന് ഞാൻ എന്താ ചെയ്ത് പറയുന്നത്. എൻ്റെ ഒരു സ്വഭാവമല്ലേ, ചെറുപ്പമല്ലേ, അങ്ങനെയാണ്ടാണ് എനിക്കൊരു പിണക്കം ഉണ്ടായത്. ആ പിണക്കത്തിന് വൈരാക്കി എന്നെ ഈ പ്രസംഗിപ്പിച്ച് പ്രതിയാക്കാൻ നോക്കിയത്. പക്ഷേ ഞാനങ്ങനെ ദൈവം തമ്പുരാൻ എൻ്റെ കൂടുതലായതുകൊണ്ട് എന്നെ കിട്ടിയില്ല. അത്രേ ഉള്ളൂ.